ഹലോ എവരി വൺ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഡിസംബർ ടേമിലോട്ടുള്ള ഫസ്റ്റ് സബ്ജക്ട് സ്പെസിഫിക് ലൈവാണ് ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻഡ് വരെ ഉണ്ടാവുക, അത് ശ്രദ്ധയോടെ കേൾക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ആൻഡ് നമ്മൾ എങ്ങനെയാണ് ഡിസംബറിലോട്ട് തയ്യാറെടുക്കേണ്ടത്, ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എത്തരത്തിലുള്ളൊരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, എത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കാണുക. ആൻഡ് അതിനനുസരിച്ച് ഒരു സ്റ്റഡി പ്ലാൻ സ്ട്രാറ്റജി ഒക്കെ സെറ്റ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിസംബറിൽ തന്നെ നെറ്റ് അല്ലെങ്കിൽ JRF തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് നമ്മുടെ ജൂൺ റിസൾട്ട് വന്നു. ഒരുപാട് പേര് നമ്മളടുത്ത് എനിക്ക് നെറ്റ് കിട്ടി, JRF കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ നെറ്റ് അച്ചീവേഴ്സിനും JRF അച്ചീവേഴ്സിനും PhD അച്ചീവേഴ്സിനും എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. ഓക്കെ, ആൻഡ് അതിൽ കിട്ടാത്തവർക്ക് ജൂൺ എക്സാമിൽ വേണ്ടത്ര മാർക്ക് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസംബർ ടേമിലോട്ടുള്ള അഡ്മിഷൻസ് ഓൺഗോയിങ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സെൽഫ് സ്റ്റഡീസ് പോരാ, അതിൽ ഒന്നും കൂടെ ബൂസ്റ്റപ്പ് ചെയ്യണം എന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മിഷൻ JRF പ്രീമിയർ ഡിസംബർ 25 ബാച്ചിലോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നമ്മുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24 hours ഇമോ സപ്പോർട്ട് ഉണ്ടായിരിക്കും, ഡെയിലി അസൈൻമെൻറ്റ്സ് ഉണ്ടായിരിക്കും, ആൻഡ് പേപ്പർ 1 പോഡ്കാസ്റ്റുകൾ, സ്റ്റുഡൻസ് ഗ്രോത്ത് റിപ്പോർട്ട്, ടെക്സ്റ്റൽ അനാലിസിസ്, 1000+ എജൂറിയൽസ് ഇൻ പേപ്പർ 1, സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റുകൾ, ലേറ്റസ്റ്റ് PYQ ബേസ്ഡ് ബ്ലൂ പ്രിൻ്റ്, ഇത്തരം ഫീച്ചേഴ്സൊക്കെ അടങ്ങുന്ന വളരെ പ്രീമിയർ ആയിട്ടുള്ള ഒരു ബാച്ചാണ് മിഷൻ JRF പ്രീമിയർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വരുന്ന ഡിസംബറിൽ തന്നെ JRF ക്വാളിഫൈഡ് ആവാൻ പറ്റും. ഓക്കെ, ആൻഡ് നമുക്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ്. സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ 10% ഓഫർ വരുന്നുണ്ട്, മദർ ആണെന്നുണ്ടെങ്കിൽ മദർ ഓഫർ 20% ഉണ്ട്. ഇനി ഒന്നിലധികം പേര് കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പ് ജോയിനിങ് ആണെന്നുണ്ടെങ്കിൽ അവിടെ 30% ഓഫർ വരുന്നുണ്ട്. അലുമിനി ഓഫർ ആയിട്ടുള്ള 35% ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഓഫേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് മാക്സിമം ആ ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ആൻഡ് ഇനി നിങ്ങൾക്ക് ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേപ്പർ 1ൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പ് കിട്ടാനായിട്ട് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. ആൻഡ് പേപ്പർ 2 കൊമേഴ്സിൻ്റെ ക്ലാസ്സസ് ഗൈഡൻസ് കിട്ടാനായിട്ട് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിലോട്ട് നിങ്ങൾ ജോയിൻ ആവുന്നതാണ്. ഓക്കെ, അവിടെ നമ്മൾ ഒരുപാട് കണ്ടന്റ് മെറ്റീരിയൽസ് ഫ്രീ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇനി നേരെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് ഒരു സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ലൈവാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കൊമേഴ്സിലെ സിലബസിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ബിസിനസ് എൻവിറോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ 2 സെക്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് ബിസിനസ് എൻവിറോൺമെൻറ്റും രണ്ടാമത്തേത് ഇൻ്റർനാഷണൽ ബിസിനസ്സും. അപ്പോൾ ആദ്യം നമുക്ക് ബിസിനസ് എൻവിറോൺമെൻറ്റ് നോക്കാം. ഓക്കെ, ബിസിനസ് എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ്സിൻ്റെ സറൗണ്ടിങ്സ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഇന്റേണലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ ഒരു ബിസിനസ്സിൻ്റെ എൻവിറോൺമെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ബിസിനസ് എൻവിറോൺമെൻറ്റിൻ്റെ കാറ്റഗറിസിക്സ് നോക്കുകയാണെങ്കിൽ അത് ഡൈനാമിക് ആണ്, കോംപ്ലക്സ് ആണ്, മൾട്ടിഫേസിറ്റഡ് ആണ്, ഇന്റർ റിലേറ്റഡ് കോമ്പണൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കാറ്റഗറിസിക്സ് പറയുന്നത്. ആൻഡ് നമുക്കറിയാം, ബിസിനസ് എൻവിറോൺമെൻറ്റിന് നമുക്ക് മെയിൻലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ഇന്റേണൽ എൻവിറോൺമെന്റ് എന്നും എക്സ്റ്റേണൽ എൻവിറോൺമെന്റ് എന്നും. ഈ ഇന്റേണൽ എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ അകത്ത് തന്നെയുള്ള ഒരു എൻവിറോൺമെന്റ് ആണ് ഇന്റേണൽ എൻവിറോൺമെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിത്തിൻ ദ ഓർഗനൈസേഷൻ ആണ് ആ ഒരു ഇന്റേണൽ എൻവിറോൺമെന്റ് വരുന്നത്. അത് ഒരു ഫേമിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു എൻവിറോൺമെന്റ് ആയിരിക്കും ഈ ഒരു ഇന്റേണൽ എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് എംപ്ലോയീസ്, മാനേജ്മെന്റ്, കോർപ്പറേറ്റ് കൾച്ചർ, ഇന്റേണൽ പോളിസീസ്, കമ്പനി ഇമേജ്, ഇത്തരം കാര്യങ്ങളാണ് ഇന്റേണൽ എൻവിറോൺമെന്റിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് എക്സ്റ്റേണൽ എൻവിറോൺമെന്റ്. ഈ എക്സ്റ്റേണൽ എൻവിറോൺമെന്റിനെ നമുക്ക് വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, മൈക്രോ എൻവിറോൺമെന്റ് എന്നും മാക്രോ എൻവിറോൺമെന്റ് എന്നും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഈ മൈക്രോ എൻവിറോൺമെന്റിനെ നമുക്ക് ഓപ്പറേറ്റിംഗ് എൻവിറോൺമെന്റ് എന്നും അതുപോലെ
ടാസ്ക് എൻവിറോൺമെന്റ് എന്നും പറയാൻ പറ്റും. ഓക്കെ, ഇനി ഈ മൈക്രോ എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സ്. ഓക്കെ, ഒരു ബിസിനസിന്റെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിന്റെ മൈക്രോ എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്. ഈ മൈക്രോ എൻവിറോൺമെന്റിന്റെ അകത്ത് വരുന്ന എലമെന്റ്സ് ആണ് കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, ഇന്റർമീഡിയറീസ്, പബ്ലിക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മൈക്രോ എൻവിറോൺമെന്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ മെയിൻലി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് രണ്ടായിട്ടാണ്. ഒന്ന് ഇന്റേണൽ എൻവിറോൺമെന്റും രണ്ടാമത്തേത് എക്സ്റ്റേണൽ എൻവിറോൺമെന്റും. ഈ എക്സ്റ്റേണൽ എൻവിറോൺമെന്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് മൈക്രോ എന്നും രണ്ടാമത്തേത് മാക്രോ എന്നും രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ മൈക്രോന്റെ അകത്ത് വരുന്ന എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ നോക്കി. ഇനി നമുക്ക് മാക്രോയിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മാക്രോ എൻവിറോൺമെന്റ് നോക്കാം. മാക്രോ എൻവിറോൺമെന്റ് എന്ന് പറയുമ്പോൾ അത് ബ്രോഡർ ഫോഴ്സസ് അടങ്ങുന്നതാണ്. അതായത് അത് ആ ഒരു കമ്പനീനെ മാത്രം, ഒരൊറ്റ കമ്പനീനെ സ്പെസിഫിക്കലി അഫക്റ്റ് ചെയ്യുന്നതാവൂല, ആ ഒരു ഇൻഡസ്ട്രീനെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അടങ്ങുന്നതാണ് ഏത്? ഈ ഒരു മാക്രോ എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ജനറൽ എൻവിറോൺമെന്റ് എന്നും റിമോട്ട് എൻവിറോൺമെന്റ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി മാക്രോ എൻവിറോൺമെന്റ് എലമെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ എലമെന്റ് ഉണ്ട്, എക്കണോമിക് ഉണ്ട്, സോഷ്യൽ എലമെന്റ് ഉണ്ട്, ടെക്നോളജിക്കൽ എലമെന്റ് ഉണ്ട്, ലീഗൽ എലമെന്റ് ഉണ്ട്, എൻവിറോൺമെന്റൽ എലമെന്റ് ഉണ്ട്. ഓക്കെ, ഈ പൊളിറ്റിക്കൽ എലമെന്റിന്റെ അകത്ത് നമ്മൾ ഗവൺമെന്റ് പോളിസീസ്, ട്രേഡ് റെസ്ട്രിക്ഷൻസ്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ഇത്തരം കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ പൊളിറ്റിക്കൽ എലമെന്റിന് ഒരു എക്സാമ്പിൾ ആണ് ചേഞ്ച് ഇൻ ടാക്സ് ലോ. ഓക്കെ, അതെന്താണ്? പൊളിറ്റിക്കൽ എലമെന്റിന് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എൻവിറോൺമെന്റിന് ഒരു എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് എക്കണോമിക് എലമെന്റ്. എക്കണോമിക് എലമെന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ്, എക്കണോമിക് ഗ്രോത്ത്, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു എക്കണോമിക് എലമെന്റിന്റെ അകത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ആണ് റിസഷൻ എഫക്റ്റ് ഓൺ ലക്ഷറി ഗുഡ്സ്. ഓക്കെ, ഇനി സോഷ്യൽ എലമെന്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. അതിൻ്റെ അകത്ത് കൾച്ചർ, ഡെമോഗ്രാഫിക്സ്, കൺസ്യൂമർ ട്രെൻഡ്സ്, ഇത്തരം കാര്യങ്ങളാണ് സോഷ്യൽ എലമെന്റ്സിന്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ടെക്നോളജിക്കൽ എലമെന്റ്. അതിൻ്റെ അകത്ത് ഇന്നോവേഷൻ, ഓട്ടോമേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ടെക്നോളജിക്കൽ എൻവിറോൺമെന്റ് അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ലീഗൽ എൻവിറോൺമെന്റ് അല്ലെങ്കിൽ ലീഗൽ എലമെന്റ്. അതിൻ്റെ അകത്ത് ലോസ്, റെഗുലേഷൻസ്, ലേബർ ലോസ്, IP റൈറ്റ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്, ലീഗൽ എലമെന്റ്സ് ആണ് ഈ ഒരു ലീഗൽ എൻവിറോൺമെന്റിന്റെ അകത്ത് ഇൻക്ലൂഡ് ആവുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എൻവിറോൺമെന്റൽ എലമെന്റ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ബിസിനസ് അത് എക്സിസ്റ്റ് ചെയ്യുന്ന എൻവിറോൺമെന്റിലോട്ട് എന്ത് ചെയ്യണം? എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് കമ്പനീസ് ഒക്കെ CSR ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു ബിസിനസ് അത് എവിടെയാണോ നിലനിൽക്കുന്നത് അതിന്റെ ചുറ്റുമുള്ള ആ ഒരു എൻവിറോൺമെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അത് നിലനിൽക്കുന്ന സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഏതിൽ പഠിക്കുന്നത്? ഈ ഒരു എൻവിറോൺമെന്റൽ എലമെന്റിന്റെ അകത്ത് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു എൻവിറോൺമെന്റൽ എലമെന്റ് ഏതാണ്? ഒരു മാക്രോ എൻവിറോൺമെന്റ് എലമെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ലീഗൽ എലമെന്റ് പറഞ്ഞു. ലീഗൽ എലമെന്റിന്റെ അകത്ത് വരുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് ലോസ് ആണ്, അല്ലെങ്കിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് ആക്റ്റുകളാണ്. ഒന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റും രണ്ടാമത്തേത് ഫെമയും. ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്റ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. ഓക്കെ, അത് 1986 ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ആൻഡ് ഇത് എൻഫോഴ്സ് ചെയ്തത് ജൂലൈ 2020 ആൻഡ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് നോക്കുകയാണെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് പ്രകാരം ഒരു സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ആൻഡ് ഫയലിംഗ് ഓഫ് കംപ്ലയൻസ് ആൻഡ് പ്രൊഡക്റ്റ് ലയബിലിറ്റി ആൻഡ് സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ് റൂൾസ്, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫെമ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1999. ഓക്കെ, ഇത് ഫെറേനെ റീപ്ലേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫെമ വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഫെമ ആക്ട് പ്രകാരം ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ചിനെയാണ് എന്ത് ചെയ്യുന്നത്? റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഫോറിൻ എക്സ്ചേഞ്ചിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു ആക്റ്റാണ് എന്ത്? ഫെമ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് RBI ആണ്. ഫെമ ഡീൽസ് വിത്ത് capital account and current account transactions and regulation of FTA and external trade payments. ഈ രണ്ട് കാര്യങ്ങളാണ് ഫെമ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CSR ആണ്. നമ്മൾ എൻവിറോൺമെന്റൽ എലമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കമ്പനി അത് എക്സിസ്റ്റ് ചെയ്യുന്ന
എക്സിസ്റ്റ് ചെയ്യുന്ന നിലനിൽക്കുന്ന ആ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും എന്ത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കമ്പനീസ് ആക്ടിലൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു CSR എന്ന് പറയുന്നത്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇത് പ്രകാരം ഒരു കമ്പനി അവരുടെ നെറ്റ് വർത്ത് 500 crore മുകളിലാണ്, അല്ലെങ്കിൽ അവരുടെ ടേൺ ഓവർ 1000 crore മുകളിലാണ്, അല്ലെങ്കിൽ അവരുടെ നെറ്റ് പ്രോഫിറ്റ് 5 crore മുകളിലാണ് എന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, CSR ആക്ടിവിറ്റീസ് ചെയ്യണം. ബാക്കിയുള്ള കമ്പനീസ് ചെയ്യേണ്ടെന്നല്ല, പക്ഷേ ഇവിടെ മാൻഡേറ്ററി ആക്കിയിട്ടുള്ളത് ആർക്കൊക്കെയാണ്? നെറ്റ് വർത്ത് 500 crore, ടേൺ ഓവർ 1000 crore, നെറ്റ് പ്രോഫിറ്റ് 5 crore ആയിട്ടുള്ള കമ്പനീസ് നിർബന്ധമായിട്ടും മാൻഡേറ്ററി ആയിട്ട് എന്ത് ചെയ്യണം, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റീസ് ചെയ്യണം. അവരുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ, അതായത് ഒരു ലാസ്റ്റ് 3 yearsലെ ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ 2% ആണ് എന്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? CSR ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഈ CSR ആക്ടിവിറ്റീസ് ഏതൊക്കെ ഏരിയാസിലോട്ടാണ് കൊടുക്കേണ്ടത്? എഡ്യൂക്കേഷൻ, ജെൻഡർ ഈക്വാലിറ്റി, എൻവിറോൺമെന്റ്, റൂറൽ ഡെവലപ്മെന്റ്, ഇത്തരം ഏരിയാസിലാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു CSR ആക്ടിവിറ്റീസ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മാൻഡേറ്ററി ആക്കിയിട്ടുള്ളത് ഏതൊക്കെ ആസ്പെക്റ്റിലാണെന്നുള്ളതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മുടെ ബിസിനസ് എൻവിറോൺമെന്റ് എന്നുള്ള ഒരു സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ്സിലോട്ട് എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്രപരമായിട്ടുള്ള ട്രേഡ് കാര്യങ്ങൾ അത് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ബിസിനസ്സിന്റെ സ്കോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കറിയാം, നമുക്ക് ഈ ഒരു ഇന്റർനാഷണൽ ട്രേഡിലോട്ട് കടക്കുമ്പോൾ ഒരു ഗ്ലോബൽ ആക്സസ് കിട്ടും. എന്തിലോട്ട്? മാർക്കറ്റ്സിലോട്ട്, അതുപോലെ തന്നെ റിസോഴ്സസ്, ടെക്നോളജി, ഇത്തരം കാര്യങ്ങളിലോട്ട് ഒരു ഗ്ലോബൽ ആക്സസ് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ്, ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഡ്രൈവേഴ്സ്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേൾഡിനെ മൊത്തത്തിൽ ഒറ്റ മാർക്കറ്റ് ആക്കുന്ന ആ ഒരു കോൺസെപ്റ്റിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഗ്ലോബലൈസേഷന് കാരണമാകുന്ന ഫാക്ടേഴ്സ് ആണ് ടെക്നോളജി, ട്രേഡ് ലിബറലൈസേഷൻ, മാർക്കറ്റ് എക്സ്പാൻഷൻ. ഇത്തരം കാര്യങ്ങളിലൂടെയാണ് ഈ ഒരു ഗ്ലോബലൈസേഷൻ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ആണ് മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇന്റർനാഷണൽ ബിസിനസ്. ഓക്കെ, നമുക്ക് വിവിധ വേസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർനാഷണൽ ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു മോഡ്സിനെ പറ്റിയിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് എക്സ്പോർട്ടിങ്, ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ്, ജോയിന്റ് വെഞ്ചേഴ്സ്, ഹോളി ഓൺഡ് സബ്സിഡറീസ്, കോൺട്രാക്ട് മാനുഫാക്ചറിങ്, ടേൺ കീ പ്രോജക്ട്സ്, സ്ട്രാറ്റജിക് അക്വിസിഷൻ. ഓക്കെ, ഇത്രയും വേസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇന്റർനാഷണൽ ട്രേഡിലോട്ട് അല്ലെങ്കിൽ ഒരു ഫോറിൻ കൺട്രിയിലോട്ട് നമ്മുടെ ട്രേഡ് അല്ലെങ്കിൽ ബിസിനസ് വളർത്തിക്കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അണ്ടറിലുള്ളതൊക്കെ ഇതൊക്കെ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഇന്റർനാഷണൽ ട്രേഡിലെ കുറച്ച് തിയറീസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇതും നമ്മൾ പ്രീവിയസ് ഇയറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് പോലും ഇതിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് തിയറിയാണ് മെർക്കന്റിലിസം. ഓക്കെ, മെർക്കന്റിലിസം ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള തിയറിയാണ് മെർക്കന്റിലിസം എന്ന് പറയുന്നത്. ഒരു 16th century വരെ മെർക്കന്റിലിസം തിയറിയാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു മെർക്കന്റിലിസം തിയറി പ്രൊപ്പോണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ആണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. അത് പ്രൊപ്പോണ്ട് ചെയ്തത് ആഡം സ്മിത്ത് ആണ്. 1776 ഇത് പ്രൊപ്പോണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയാണ്. ഡേവിഡ് റിക്കാർഡോ ആണ് ഇത് പ്രൊപ്പോണ്ട് ചെയ്തിട്ടുള്ളത് 1817. ഓക്കെ, നെക്സ്റ്റ് ഫാക്ടർ പ്രൊപ്പോർഷൻസ് തിയറിയാണ്. ഹെക്ചർ ആൻഡ് ഓഹ്ലിൻ തിയറി എന്നും ഇതിനറിയപ്പെടുന്നുണ്ട്. കാരണം ഇത് പ്രൊപ്പോണ്ട് ചെയ്തിട്ടുള്ളത് ഹെക്ചർ ആൻഡ് ഓഹ്ലിൻ ആണ്. ഓക്കെ, 1919 ഇത് പ്രൊപ്പോണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ടെക്നോളജിക്കൽ ഗ്യാപ്പ് മോഡൽ ആണ്. മൈക്കൽ വി പോസ്നർ ആണ് ഇത് പ്രൊപ്പോണ്ട് ചെയ്തിട്ടുള്ളത്. 1961 ഇത് പ്രൊപ്പോണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളതാണ് ഇന്റർനാഷണൽ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി. ഇത് പ്രൊപ്പോണ്ട് ചെയ്തത് റെയ്മണ്ട് വെർണൻ ആണ്. 1966 എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് പ്രൊപ്പോണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ ഇത്രയും തിയറീസ് ആണ്. ഇതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ, അതിന്റെ പ്രൊപ്പോണ്ടേഴ്സ്, കാര്യങ്ങളൊക്കെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. നെക്സ്റ്റ്, ട്രേഡ് ബാരിയേഴ്സ് ആൻഡ് ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ്. ഓക്കെ, നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഒരുപാട് ഇന്റർവെൻഷൻസ്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ് വരുന്നുണ്ട്. ആൻഡ് പ്രൊട്ടക്ഷനിസം വേഴ്സസ് ഫ്രീ ട്രേഡ് പഠിക്കാനുണ്ട്. ഫാക്ടറിങ് ആൻഡ് ഫോർഫീറ്റിംഗ് പഠിക്കാനുണ്ട്. ഇന്ത്യസ് ഫോറിൻ ട്രേഡ് പോളിസി, ഓക്കെ, ലേറ്റസ്റ്റ് ട്രെൻഡുകൾ, കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എക്സിം പോളിസിനെ പറ്റി പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് താരിഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഇമ്പോർട്ടിന്റെ മേലെയോ അല്ലെങ്കിൽ എക്സ്പോർട്ടിന്റെ മേലെയോ ഒക്കെ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് രൂപത്തിലോ ഡ്യൂട്ടീസ് രൂപത്തിലോ ഇമ്പോസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ചാർജസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? താരിഫ് എന്ന് പറയുന്നത്. ഓക്കെ, ടാക്സ് ഡ്യൂട്ടീസ് ആണ് എന്ത്? ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ് ഈ ഒരു താരിഫ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ ചാർജസ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, ഇനി നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു റെഗുലേഷൻസ്, പോളിസീസ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക? ട്രേഡിനെ റെസ്ട്രിക്ട് ചെയ്യുന്നതിനെയാണ് നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അവിടെ ബാരിയർ ആവുന്നത് എന്തൊക്കെയാണ്? പോളിസീസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് ആയിരിക്കും. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഫൈറ്റോ സാനിറ്ററി മെഷേഴ്സ്, അതുപോലെ തന്നെ സാനിറ്ററി മെഷേഴ്സ് ഒക്കെ. ഇത്തരം മെഷേഴ്സ് നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താൻ പറ്റും? നോൺ താരിഫ് ബാരിയേഴ്സിന്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. ആൻഡ് പ്രൊട്ടക്ഷനിസം, ഫ്രീ ട്രേഡ് പറയുന്നുണ്ട്. ആൻഡ് ഫാക്ടറിങ് ആൻഡ് ഫോർഫീറ്റിംഗ് പഠിക്കാനുണ്ട്. ഇന്ത്യസ് ഫോറിൻ ട്രേഡ് പോളിസിനെ പറ്റിയിട്ട് കുറച്ച് ലേറ്റസ്റ്റ് ട്രെൻഡുകൾ ഒന്ന് നോക്കി വെക്കുക. ആൻഡ് എക്സിം പോളിസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, നമ്മൾ മറ്റൊരു രാജ്യത്ത് എന്ത് ചെയ്യാണ്? ഇൻവെസ്റ്റ് ചെയ്യുക. അതിന് 2 വയസ്സാണുള്ളത്. ഒന്ന് FDIയും രണ്ടാമത്തേത് FPI. FDI എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരു രാജ്യത്തെ ഫിസിക്കൽ അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി FPI ആണെങ്കിൽ എങ്ങനെയാണ്? അവിടെ ഷെയർസ്, ബോൺസ്, അത്തരത്തിലുള്ള സെക്യൂരിറ്റീസിലാണ്, മറ്റൊരു രാജ്യത്തെ കമ്പനിയിലെ ഷെയർസ്, സെക്യൂരിറ്റീസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് FPI എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ പറ്റും. ഇനി FDIന്റെ ടൈപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, കോൺഗ്ലോമറേറ്റ്, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം, ഗ്രീൻഫീൽഡ്, ബ്രൗൺഫീൽഡ്, ഓക്കെ, മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ. ഓക്കെ, ഇത്രയും ടൈപ്സ് ആണ് വരുന്നത്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് FPI ആണ്. FPIന്റെ അകത്ത് അങ്ങനെ ക്ലാസിഫിക്കേഷൻസ് ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഈ ഒരു FPIന്റെ അകത്ത് വരുന്നത്. ഓക്കെ, അതുപോലെ ഇന്ത്യൻ്റെ FDI പോളിസി, അതിന്റെ കീ ഹൈലൈറ്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ച് പോവാം. ഓക്കെ, ഒരുപാട് കറണ്ട് അഫയേഴ്സ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇത്, ഈ ഒരു ബിസിനസ് എൻവിറോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആണ് എന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യണം. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്, BOP ആൻഡ് ഇറ്റ്സ് കോമ്പണൻസ്. BOP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു രാജ്യം ഒരു സെർട്ടൻ ടൈം പീരീഡിൽ നടത്തിയിട്ടുള്ള അവരുടെ ഇന്റർനാഷണൽ എക്കണോമിക് ട്രാൻസാക്ഷൻ്റെ ഒരു മൊത്തം റെക്കോർഡിനെയാണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു BOP എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ ഒരു സെർട്ടൻ ടൈം പീരീഡിൽ ഉണ്ടായിട്ടുള്ള ഇന്റർനാഷണൽ എക്കണോമിക് ട്രാൻസാക്ഷൻസിന്റെ ഒരു റെക്കോർഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? BOP എന്ന് പറയുന്നത്. ഓക്കെ, റെക്കോർഡ്സ് ഓഫ് all international transactions that a country engages over a certain time period. Okay, ഇനി ഈ ഒരു BOPക്ക് മെയിൻലി 4 അക്കൗണ്ട് ആണ് ഓൾഡ് ഫോർമാറ്റ് പ്രകാരം ഉള്ളത്. ഓക്കെ, ഇത് നോട്ട് ചെയ്യണം. ഓൾഡ് ഫോർമാറ്റ് പ്രകാരം 4 അക്കൗണ്ട് ആണ്, സബ് അക്കൗണ്ട്സ് ആണ് BOPക്ക് ഉള്ളത്. ഒന്ന് കറണ്ട് അക്കൗണ്ട്, രണ്ടാമത്തേത് ക്യാപിറ്റൽ അക്കൗണ്ട്, മൂന്നാമത്തേത് എറേഴ്സ് ആൻഡ് ഒമിഷൻസ്, നാലാമത്തേത് ഒഫീഷ്യൽ റിസർവ്സ് അക്കൗണ്ട്സ്. ഓക്കെ, ഇനി ഓൾഡ് ഫോർമാറ്റ് കഴിഞ്ഞിട്ട് ഒരു പുതിയ ഫോർമാറ്റ് കൂടെ വന്നിട്ടുണ്ട്. അതൊന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ന്യൂ ഫോർമാറ്റ് പ്രകാരം 3 അക്കൗണ്ട്സ് ആണുള്ളത്. ഒന്ന് കറണ്ട് അക്കൗണ്ട്, രണ്ടാമത്തേത് ക്യാപിറ്റൽ അക്കൗണ്ട്, മൂന്നാമത്തേത് ഫിനാൻഷ്യൽ അക്കൗണ്ട്. ഈ ഒരു കറണ്ട് അക്കൗണ്ടിന്റെ അകത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്, പ്രൈമറി ഇൻകം, സെക്കൻഡറി ഇൻകം, ഇത്രയാണ് റെക്കോർഡ് ചെയ്യുക. ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ അകത്ത് ഗ്രോസ് അക്വിസിഷൻസ്, അതുപോലെ തന്നെ ഡിസ്പോസൽ ഓഫ് നോൺ പ്രൊഡ്യൂസർ നോൺ ഫിനാൻഷ്യൽ അസറ്റ്സ്, ക്യാപിറ്റൽ ട്രാൻസ്ഫേഴ്സ്, ഈ 2 കാര്യങ്ങളാണ് ഈ ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ അകത്ത് റെക്കോർഡ് ചെയ്യുക. ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിന്റെ അകത്ത് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്സ്, ഡെറിവേറ്റീവ്സ് ആൻഡ് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ, അതർ ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് റിസർവ് അസറ്റ്, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിന്റെ അകത്ത് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ
ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ന്യൂ ഫോർമാറ്റ്. അപ്പോൾ ഇതൊന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷൻ എന്നുള്ള ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രീസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക ഫോർ ദ പർപ്പസ് ഓഫ് റെഡ്യൂസിങ് ട്രേഡ് റെസ്ട്രിക്ഷൻസ്. ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഒരു ട്രേഡിന് ഒരു ഫ്രീ ഫ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ഇന്റഗ്രേഷൻസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഇന്റഗ്രേഷൻ നൈബർ കൺട്രീസിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെന്ത് വിളിക്കാം? റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറയാം. ഓക്കെ. അതായത് ഇപ്പോൾ ഇന്ത്യയും ചൈനയും പാകിസ്ഥാനും തമ്മിൽ എന്ത് ചെയ്യാണ്? ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. അതിനെ നമുക്ക് എന്ത് പറയാം? റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറയാം. നൈബറിംഗ് കൺട്രീസ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറയും. ഇനി ഇതിന്റെ ഈ ഒരു റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷന്റെ ലെവൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം അതൊരു ഫ്രീ ട്രേഡ് ഏരിയ ആയിട്ടാണ് മാറുന്നത്, പിന്നീട് അതൊരു കസ്റ്റംസ് യൂണിയൻ ആയിട്ട് മാറുന്നു, ആൻഡ് നെക്സ്റ്റ് കോമൺ മാർക്കറ്റ് ആയിട്ട് മാറുന്നു, അതിനുശേഷം അതൊരു എക്കണോമിക് യൂണിയൻ ആയിട്ടാണ് മാറുന്നത്. ഓക്കെ. ഇനി എക്സാമ്പിൾസ് ഓഫ് റീജിയണൽ ട്രേഡ് അഗ്രിമെന്റ്സ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് യൂറോപ്യൻ യൂണിയൻ 1993 അത് വന്നിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടുള്ളത്. നെക്സ്റ്റ് ആസിയാൻ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ് 1967. നെക്സ്റ്റ് സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ 1985. ആൻഡ് നാഫ്ത, നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് 1994. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റീജിയണൽ ട്രേഡ് അഗ്രിമെന്റ്സിനുള്ള ഒരു എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ഇതെന്നൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാമിലടക്കം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് നാഫ്തയിലെ മെമ്പേഴ്സ് എന്നൊക്കെ ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഈ ഒരു ട്രേഡ് ക്രിയേഷനും ട്രേഡ് ഡൈവേർഷനും, ട്രേഡ് ക്രിയേഷൻ ആൻഡ് ട്രേഡ് ഡൈവേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്കണോമിക് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷൻ കാരണം ഉണ്ടാവുന്ന രണ്ട് ഔട്ട്പുട്ടുകളാണ് എന്ത്? ട്രേഡ് ക്രിയേഷനും ട്രേഡ് ഡൈവേർഷനും. ഓക്കെ. അതായത് ഈ ഇത്തരത്തിലുള്ള ഇന്റഗ്രേഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യാം? ഒരു പുതിയൊരു ട്രേഡ് ക്രിയേറ്റ് ചെയ്യപ്പെടാം. ഓക്കെ. അങ്ങനെ ഒരു ഔട്ട്പുട്ടും കിട്ടും. അതോടൊപ്പം തന്നെ മേ ബി അത് ഒരു ഡൈവേർഷൻ ആയിരിക്കാം. അതായത് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ട്രേഡ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇന്ത്യയും ചൈനയും കൂടെ ഒരു ഇന്റഗ്രേഷനിൽ വരുന്നതും അവിടെ ഒരു അഗ്രിമെന്റ് ഉണ്ടാവുന്നതും. അപ്പോൾ ആ ഒരു അഗ്രിമെന്റ് പ്രകാരം എന്ത് കിട്ടുന്നു? ഒരു ട്രേഡിന് ഒരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, റെസ്ട്രിക്ഷൻസിന് ഒരു റിലാക്സേഷൻ കിട്ടുകയാണ്. ആ ഒരു സമയത്ത് ഈ ഒരു പാകിസ്ഥാനിലോട്ടുള്ള ഈ ഒരു ട്രേഡ്, ഇന്ത്യക്ക് പാകിസ്ഥാനിലോട്ടുള്ള ഈ ഒരു ട്രേഡ് എന്ത് ചെയ്യാണ്? നേരെ ചൈനയിലോട്ട് പോകുന്നു. ഓക്കെ. അപ്പോൾ അതാണ് ട്രേഡ് ഡൈവേർഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും എന്തിന്റെ ഔട്ട്പുട്ടുകളാണ്? റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷന്റെ രണ്ട് ഔട്ട്പുട്ടുകളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് കുറച്ച് ഇന്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കാം. അപ്പോൾ അതിൽ IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് 1944 അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടുള്ളത്. നെക്സ്റ്റ് വേൾഡ് ബാങ്ക്. ഓക്കെ. വേൾഡ് ബാങ്കും സെയിം ഇയറിൽ തന്നെയാണ് 1944 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടുള്ളത്. ഇത് രണ്ടും ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസിലാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ. ബ്രിട്ടൻ വുഡ്സ് ട്വിൻസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? IMFും വേൾഡ് ബാങ്കും ആണ് അല്ലെ. അപ്പോൾ വേൾഡ് ബാങ്കിന് നമുക്ക് IBRD എന്നും പറയാൻ പറ്റും, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. നെക്സ്റ്റ് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് UNCTAD, യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. 1964 അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ കീ റോൾസ്, എക്സ്റ്റൻഷൻസ്, ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ വേൾഡ് ബാങ്ക് പഠിച്ചല്ലോ. വേൾഡ് ബാങ്കിന്റെ അകത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്നുള്ളത്. ആ വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു 5 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചേർന്നതാണ് എന്തെന്ന് ഈ ഒരു വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. ഒരു 5 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്നുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് IBRD എന്ന എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത് 1944. നെക്സ്റ്റ് IDA, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ 1960 ആൻഡ് IFC, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ 1956. പിന്നെ MIGA, മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി 1988 ആൻഡ് ICSID, ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്സ് 1966 അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഇയേഴ്സ്, അതുപോലെ തന്നെ അതിന്റെ ഫുൾ നെയിം, എക്സ്റ്റൻഷൻസ്, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് IMFന്റെ അകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് STR എന്ന് പറയുന്നത്. ഓക്കെ. സ്പെഷ്യൽ ഡ്രോയിങ്സ് റൈറ്റ്.
ഇത് IMF ഇഷ്യൂ ചെയ്യുന്ന ഒരു എന്താ പറയുക ഇന്റർനാഷണൽ റിസർവ് അസറ്റ് ആണിത്. ഓക്കെ, ഇതൊരു കറൻസി അല്ല, പക്ഷെ ഇത് എന്താണ്, ഒരു ഇന്റർനാഷണൽ റിസർവ് അസറ്റ് ആണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് 1969 ടു സപ്പോർട്ട് ഇന്റർനാഷണൽ ലിക്വിഡിറ്റി. ഇന്റർനാഷണൽ ലിക്വിഡിറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു STR IMF 1969 ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു STRന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു 5 മേജർ കറൻസീസിന്റെ ബേസിലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് 2016 വരെ 4 കറൻസീസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 2016 ശേഷം എന്ത് സംഭവിച്ചു, ചൈനീസ് യുവാൻ എന്നുള്ള ഒരു കറൻസി കൂടെ അതിൽ ആഡ് ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് ഇത് 5 കറൻസീസ് ആയിട്ട് മാറിയത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കറൻസീസിന്റെ പേരും അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റേജസും എന്ത് ചെയ്യണം, നോക്കി വെക്കണം. ഓക്കെ, ഈ വെയിറ്റേജിന്റെ പ്രകാരമാണ്, ഈ വെയിറ്റ്സിന്റെ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, IMF ഓരോ കൺട്രീസിനും വോട്ടിംഗ് പവറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് STRന്റെ അകത്ത് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇത് നിലവിൽ വന്നിട്ടുള്ളത് 1995 ജനുവരി 1. ഓക്കെ, ഇത് ഈ ഒരു WTOന്റെ പ്രിഡസസർ ആയിട്ട് അറിയപ്പെടുന്നത് GATT ആണ്. ഓക്കെ, GATTനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ്, ജനറൽ അഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് എന്ത് വന്നിട്ടുള്ളത്, WTO വന്നിട്ടുള്ളത്. GATTന്റെ ഉറുഗ്വേ റൗണ്ടിന്റെ അകത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു WTO എസ്റ്റാബ്ലിഷ്മെന്റ് നടന്നിട്ടുള്ളത്. WTOന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ജനീവയിലാണ്. മെമ്പേഴ്സ് കറന്റ് ആസ് ഓഫ് 2024 164 കൺട്രീസ് ആണ് WTOന്റെ അകത്ത് ഉള്ളത്. ഓക്കെ, ഇനി WTO അഗ്രിമെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ അഗ്രിമെന്റ്, GATS അതായത് ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ്, ട്രിപ്സ് ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ട്രിംസ് ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ്, ഇത്തരം അഗ്രിമെന്റ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്തൊക്കെ എന്താണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോവാം. ആൻഡ് WTOന്റെ ഫംഗ്ഷൻസ് നോക്കുകയാണെങ്കിൽ ട്രേഡ് നെഗോഷിയേഷൻസ് ആൻഡ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് WTOന്റെ അകത്ത് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഗാഡ്സിന്റെ സക്സസർ ആണ് ആര്, WTO എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗാഡ്സ്? ഓക്കെ, GATT ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നോക്കാം. 1947 എന്ത് ചെയ്തിട്ടുള്ളത്, ഈ GATT ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്നുള്ളത് വന്നിട്ടുള്ളത്. ഓക്കെ, എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ GATT എന്ന് പറയുമ്പോൾ അതൊരു ട്രീറ്റിയാണ്. ഓക്കെ, പക്ഷെ WTO എന്താണ്, ഒരു ഓർഗനൈസേഷൻ ആണ്. അതാണ് GATTും WTO തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. GATT എന്താണ്, ഒരു ട്രീറ്റിയാണ്. പക്ഷെ WTO എന്താണ്, ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഈ ഒരു GATT നിലവിൽ വന്നിട്ടുള്ളത് 1947 ആൻഡ് 1994 വരെയാണ് എന്ത് ഉണ്ടായിട്ടുള്ളൂ, ഈ ഒരു GATT ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, അതിനുശേഷം പിന്നീട് ആ ഒരു ഉറുഗ്വേ റൗണ്ടിലൂടെ നമ്മുടെ WTO എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഇനി GATTസിന് കുറച്ച് നെഗോഷിയേഷൻസ് ഉണ്ട്. ഓക്കെ, ആ നെഗോഷിയേഷൻസിന് നമുക്ക് ഓരോരോ റൗണ്ടുകളായിട്ടാണ് പറയാം. അതിൽ 8 റൗണ്ട്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ജനീവ റൗണ്ട്. എന്നാണ് 1947 നടന്നിട്ടുള്ളത്. ആൻഡ് ആനസി റൗണ്ട് ആണ് നെക്സ്റ്റ് വരുന്നത്. 1949 അത് വന്നിട്ടുള്ളത്. ടോർക്കെ റൗണ്ട് 1951 നടന്നിട്ടുള്ളത്. ആൻഡ് ജനീവ റൗണ്ട് 2 1956 ഡില്ലിയൻ റൗണ്ട് 1960 മുതൽ 61 വരെയാണ്. ആൻഡ് കന്നഡി റൗണ്ട് 1964 മുതൽ 67 വരെയാണ്. ആൻഡ് ടോക്കിയോ റൗണ്ട് 1973 മുതൽ 1979 വരെയാണ്. നെക്സ്റ്റ് ഉറുഗ്വേ റൗണ്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള റൗണ്ടാണ്. ഒരു 8 ഇയേഴ്സ് എടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു നെഗോഷിയേഷൻ ആണ് ഇതെന്ന് പറയുന്നത്, ഉറുഗ്വേ റൗണ്ട് എന്ന് പറയുന്നത്. അതോട് കൂടിയിട്ട് GATT എന്നുള്ളത് എന്ത് ചെയ്യപ്പെട്ടു, റീപ്ലേസ് ചെയ്യപ്പെട്ടു, WTO ആയിട്ട് റീപ്ലേസ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് നെഗോഷിയേഷനെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട്, അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെങ്കൽ ഡ്രാഫ്റ്റ് എന്നുള്ള ഒരു സാധനം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉറുഗ്വേ റൗണ്ടിനെ നമുക്ക് ഡെങ്കൽ റൗണ്ട് എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഡെങ്കൽ റൗണ്ട് എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇയർ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1986 മുതൽ 1994 വരെ നീണ്ടു നിന്ന ഒരു 8 വർഷത്തെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നെഗോഷിയേഷൻ റൗണ്ടാണ് ഇത് ഉറുഗ്വേ റൗണ്ട് എന്ന് പറയുന്നത്. ഇതോട് കൂടിയിട്ട് GATT എന്ത് ചെയ്യാണ്, അവസാനിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ, അത് നടന്ന സ്ഥലങ്ങൾ, അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. ആൻഡ് ഇതിൻ്റെ ഇയേഴ്സ്, അതിൻ്റെ ആ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം. ഓക്കെ, ഇപ്പോൾ ഇപ്പോഴത്തെ റീസെൻറ്റ് ട്രെൻഡ് അനുസരിച്ചിട്ട് ക്രൊണോളജി, മാച്ച് ദ ഫോളോയിങ്, അത്തരം കാര്യങ്ങളാണ് അധികം ചോദിച്ച് കാണുന്നത്. അപ്പോൾ
എല്ലാ സബ്ജക്റ്റിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ഇയേഴ്സ് കാര്യങ്ങൾ നോക്കി വെക്കണം. ഓക്കെ, ആൻഡ് അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഇൻ്റർനാഷണൽ ബിസിനസ്സും അതുപോലെ തന്നെ ബിസിനസ് എൻവിറോൺമെൻറ്റും കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് നിങ്ങളിപ്പോൾ അറിയാം, നമ്മുടെ ഓരോ ടേം വരുന്തോറും കട്ട് ഓഫ് കൂടി വരികയാണ്. അപ്പോൾ നമ്മളും അതിനനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷൻ കൂട്ടി കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഹെൽപ്പിന് എന്നും ഐഫർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക, ഒന്നും കൂടെ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വരുന്ന ഡിസംബറിൽ തന്നെ നെറ്റ് അല്ലെങ്കിൽ JRF തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം ഐഫർ എഡ്യൂക്കേഷൻ.